ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് ജോക്കുട്ടൻ്റെയും ആനിമോളുടെയും ബർത്ത്ഡേ ആണ്. ഇന്ന് മാർച്ച് 2-ാം തീയതിയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ. അപ്പം കേക്ക് കട്ടിങ് രാത്രിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു തട്ടിക്കൂട്ടി ഡെക്കറേഷനാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇപ്രാവശ്യം കേക്ക് കട്ട് ചെയ്യണത് ഞങ്ങൾ ബാൽക്കണിയിൽ വെച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല, താഴെ ബലൂണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇവർ അത് ആകെ വലിച്ചു പറിച്ച് നശിപ്പിക്കും. അപ്പോൾ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യണത്. വേറെ ആരും ഇല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ബലൂണൊക്കെ വെച്ച് അലങ്കരിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടീപ്പോയ് മുകളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ടീപ്പോയ്മേ ജസ്റ്റ് നമ്മുടെ കേക്ക് കട്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി മുൻപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് താഴെ തന്നെ ഈ ടീപ്പോയ് വെക്കാം, എന്നിട്ട് അതിൽ നമ്മുടെ കേക്കും നമ്മുടെ അതുപോലെ പിള്ളേരുടെ ഹാറ്റ് ഉണ്ട്, വേണമെങ്കിൽ ഒരു 5-8 ബലൂൺ വീർപ്പിച്ചതിൻ്റെ ചുറ്റും ഇടാം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ കുറച്ച് ക്യാൻഡിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആനിമോൾ അന്വേഷിക്കാനായിട്ട് കയറി വന്നിട്ടുണ്ട്. അവർ കാണാതെ ചെയ്യണമെന്നായിരുന്നു. അവർ മര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ അവർ ആ സമയത്ത് ലാസ്റ്റ് കണ്ടാൽ മതി എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് കുറച്ച് ബലൂണും നമ്മുടെ കേക്കും സംഭവങ്ങളൊക്കെ ആയിട്ട് താഴെ വെച്ച് കട്ട് ചെയ്യാനായിരുന്നു. പിന്നെയാണ് പ്ലാൻ മാറ്റി. നമ്മുടെ ആദ്യം തന്നെ ടീപ്പോയുമ്പോൾ ഞാനൊരു കവറിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. ആനിമോളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ജോക്കട്ട് ഉറങ്ങാണ്, ജോക്കട്ടൊന്നും ഉറങ്ങിയിട്ടില്ല, പിന്നെ ഉറങ്ങാണ് ഇപ്പോൾ. അത് മേത്ത് കറട്ടെ. ആനിമോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. എനിക്ക് ജോക്കുട്ടി എണീക്കണതിന് മുന്നേ എന്ത് ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സംഭവം, ഈ ഇട്ട തുണി ഇങ്ങനെ എന്താ പറയുക, ഇറങ്ങിയും പറന്നൊക്കെ പോവാണ്. അപ്പോൾ ഞാനൊരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ പോവാതെ അങ്ങ് ഇരുന്നോളുമല്ലോ. അപ്പോൾ ഞാൻ ആ ഡബിൾ ടേപ്പ് എടുത്ത് വന്നിട്ട് ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു കാറ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴൊന്നും ആ ഒരു തുണി വീണ് പോവില്ല. അപ്പം അതൊന്ന് സെറ്റാക്കാണ്. പിന്നെ ഇനി അതുമ്മ അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് ഞാൻ പണ്ട് ജോമോനൊരു ഗിഫ്റ്റ് ഹാമ്പർ വാങ്ങിച്ചപ്പോൾ അതിലുണ്ടായിരുന്നായിരുന്നു ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അത് ഞാൻ ടീപ്പോയിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഞാൻ ഈ മറ്റേ ബലൂൺ ഗ്ലൂ ഉണ്ടല്ലോ, ബലൂൺ ഒട്ടിക്കുന്ന ടൈപ്പ് ഗ്ലൂ, ഡബിൾ ടേപ്പ് ആകുമ്പോൾ അത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ലെറ്റേഴ്സ് അല്ലേ, അപ്പോൾ ആ ബലൂൺ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിമ്പിളായിട്ട് താഴെ വെച്ച് ഇതുപോലെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ബലൂണൊക്കെ വീർപ്പിക്കുമ്പോൾ ഇവർ നശിപ്പിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ നമ്മുടെ മര്യാദ സമ്മതിക്കൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ ആക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് ഇവിടെ ജോമോൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തായിരുന്നു. അപ്പം അവരുടെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അവൾ ചോദിച്ചു, അപ്പോൾ അതിനു മുമ്പ് അവൾ ഏതോ ഫോട്ടോ വീഡിയോ എന്തോ കണ്ടിട്ട് അമ്മ എൻ്റെ ബർത്ത്ഡേക്കും തൊപ്പി വാങ്ങില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് നമ്മൾ തൊപ്പി വാങ്ങിയത്. ഇവർക്ക് ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് ഒരു ക്രൗൺ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മളൊരു പോർ ഹോമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊപ്പിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ടാണ് ഒരു കേക്ക് കട്ടിങ് ആയിരുന്നത്. ഇവിടെ ക്രൈസ്റ്റ് വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോർ ഹോമിലായിരുന്നു, തൃശ്ശൂർ ചേറൂർ. അപ്പോൾ അവിടെയായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഇവളിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ തൊപ്പി വാങ്ങി. 3ാമത്തെ ബർത്ത്ഡേ ആണിത്. അത് കഴിഞ്ഞ് അവൾ ഈ വീഡിയോസ്, ഈ കൊച്ചിൻ്റെ വീഡിയോസ്, ബർത്ത്ഡേയുടെ വീഡിയോസ് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് ബലൂൺ വീർപ്പിക്കല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇവൾ കുറേ വർത്താനം പറയും. അപ്പോൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ശരിയാണ്, ഒരു ഓർമ്മ വയ്ക്കണ പ്രായമായി, അപ്പോൾ അതിന് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരിതിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഈ ജോക്കുട്ടൻ്റെ ആനിമോളുടെ ആണെങ്കിലും ആദിക്കുട്ടൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ നന്നായിട്ട് തന്നെ അലങ്കരിച്ചിരുന്നു കേട്ടോ. ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അന്നൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഉള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അത് താഴെ വെച്ചായിരുന്നു. താഴെ വെച്ച് പിള്ളേരെ എണീക്കുന്നതിന് മുന്നേ വേഗം അലങ്കരിച്ച് തീർക്കാമെന്നുള്ളൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അന്നത്തെ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിക്ക് തന്നെ ഞാനും ചുമനും കൂടി അത് ചെയ്തിരുന്നു. ഈ ബാക്ക് ഡ്രോപ്പൊക്കെ അന്ന് വാങ്ങിയിരുന്ന ആ ഒരു സെറ്റിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിൽ ഇവരുടെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാനായിട്ടൊരു ബാക്ക് ഡ്രോപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെറ്റാക്കാണ്. അപ്പോൾ ഇവിടെ വെക്കണം. ഇപ്പോൾ ജോമൻ ജോലിക്ക് പോയി കാണും. ആ ബാക്ക് ഡ്രോപ്പ് അതിൻ്റെ ആ സ്ട്രിങ് കൊളുത്താനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹുക്കൊക്കെ ഉണ്ട്, അത് വെക്കണം. ഇനിയിപ്പോൾ ഞാൻ ആ ബാക്ക് ഡ്രോപ്പ് അവിടെ സെറ്റ് ചെയ്തു. പക്ഷെ കാറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് പറക്കണു. അപ്പോൾ ഞാൻ അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് കല്ലും ടൈലിൻ്റെ പീസൊക്കെ അവിടെ കിടക്കണമായിരുന്നു. അപ്പോൾ അടിഭാഗമല്ലേ, കാണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ സൈഡിൽ ഞാൻ എന്നിട്ട് ഡബിൾ ടേപ്പ് വെച്ച് തന്നെ ഒട്ടിച്ചു. തൂണിനോട് ചേർത്തും അതുപോലെ വോളിനോട് ചേർത്ത് ഒട്ടിച്ചു. പിന്നെ ആ കല്ല് വെച്ചിട്ട് അത് അടിഭാഗത്തൊന്ന് വെയിറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിരിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള പണികളാണ് കേട്ടോ.
ഇനി ഇവരുടെ ആ ഒരു ബർത്ത്ഡേ വിഷൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു പോസ്റ്റർ അത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇത് പറഞ്ഞ പോലെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് അവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. സംഭവം സെറ്റായി. നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ടേബിൾ സെറ്റാക്കി നമുക്ക് ക്യാൻഡിൽ കത്തിക്കാനുണ്ട്. പിന്നെ അതാ ഞാൻ അവിടെ ആ ബർത്ത്ഡേയുടെ ഇത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് താഴ്ത്തിയാണ് വെച്ചത്. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് കുറച്ച് താഴ്ത്തിയാണ് വെച്ചത്. വണ്ടിയുടെ ഹോണുണ്ട്. പിന്നെ ഇനി കുറച്ച് ബലൂണും കൂടിയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിനി ബലൂണും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര സ്ലോ ആവും. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ളൊരു സംഭവം അതാണ്. ഇന്നൊന്ന് ബലൂണാക്കി സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതൊരു എന്താ പറയുക, ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയണ പോലെ ഒറ്റയ്ക്കാണിത് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ബലൂണുകൾ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ താഴെ അമ്മേരെ അടുത്തുണ്ട്. പിന്നെ ആ വീർപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ഇടയിൽ തന്നെ ജോക്കുട്ടനെ എഴുന്നേറ്റിരുന്നു കേട്ടോ. അപ്പോൾ ജോക്കുട്ടനെ എഴുന്നേറ്റപ്പോൾ അവനെയും കൂടി ഞാൻ താഴെ പോയി. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. പിന്നെ ഇവിടെ എന്താ പറയുക, അയൽവക്കത്തൊന്നും നമ്മൾ ചോക്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോക്കുട്ടനെ എണീറ്റ് പിന്നെ അവനെയും ആനിമോളെയും കൊണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ ഏകദേശം ബലൂണൊക്കെ സെറ്റാക്കി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഞാൻ അവരുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുകൊടുത്തത് പ്രിൻ്റ് എടുപ്പിച്ചതാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ സ്ട്രിങ്ങിലുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ആദ്യകുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സെറ്റ് 5 ഫയലുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ ഭംഗിക്ക് ആനിമോളുടെ ഡൊണാൾഡക്കിനൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞൊരു സെറ്റപ്പാണ്. പക്ഷേ പിള്ളേർക്ക് അത് ഒരുപാട് സന്തോഷം കൊടുക്കും. കാരണം ആനിമോൾ ഇങ്ങനെ ബലൂൺ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അവൾക്കത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. അപ്പോൾ ഇതാണ് കേക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഞാനൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിലുണ്ട്. അത് മക്കളുടെ അമ്പിളിക്കൽ കോഡും എൻ്റെ താലിശ്ശേരിയോടൊക്കെ ചേർത്ത് ഞാൻ റെസിനാട്ട് അതുവഴി ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ ക്യാൻഡിൽസൊക്കെ ഞാൻ കൊണ്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കേക്ക് വെച്ചു, ഫുൾ സെറ്റായി. പിള്ളേർ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഒരു കുഞ്ഞ് ആഘോഷം, ഒരു കുഞ്ഞു തട്ടിക്കൂടി ഡെക്കറേഷനൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ മക്കൾക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കും. നമുക്കത് വലിയ കാര്യമില്ല, നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഡെക്കറേഷനല്ലേ ഉള്ളൂ, ഇതാണ് വലിയ കാര്യം എന്നൊക്കെ തോന്നും. പക്ഷേ അത് അവർക്ക് എന്തോരം സന്തോഷം കൊടുക്കുമെന്നറിയോ. ഞാൻ ഇതൊന്നും ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമാണ്. അവർക്ക് സന്തോഷമായി എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരുപാട് സന്തോഷമാണ്. അവരതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തിയതിന് ശേഷം അവർക്ക് മറ്റേ ബർത്ത്ഡേൻ്റെ നമ്മുടെ തൊപ്പി വെച്ച് കൊടുത്തു. പിന്നെ ആദ്യക്കുട്ടനെ ഞങ്ങളുടെ ഇടയിലിരുത്തി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആദ്യക്കുട്ടനെ ഞാൻ പിന്നെ കൊണ്ട് സൈഡിലിരുത്താണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേർക്കും ക്യാപ്പ് വെച്ച് കൊടുത്തു. അനുമോള് പറയാണ് ജോക്കുട്ടനെ വെച്ചപ്പോൾ എനിക്ക് വേണമെന്ന്. അപ്പോൾ രണ്ടുപേർക്കും ക്യാപ്പ് വെച്ച് കൊടുത്തു. വേറെ ആരും ഇല്ല. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ മമ്മിയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ ആൾക്കാരെ വിളിച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ആദ്യക്കുട്ടിനെയും കൊണ്ടുവന്നിരുത്ത് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് വെച്ചില്ല. എന്നാലേ ഒരു ഓളുള്ളൂ. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, കൈയൊട്ടി പാടാനൊന്നും ആൾക്കാരില്ലല്ലോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് സെറ്റാക്കണം എന്നൊക്കെ കാണാം. ജോക്കുട്ടാ എന്നുണ്ട്. അയ്യോ അതുകൊണ്ട് ജോക്കുണ്ട വായിൽ വെച്ചെടുത്തേ. ജോക്കുണ്ട വായിൽ വെച്ചെടുക്കും. ദീർഘമുണ്ട്. ഞാൻ അപ്പയ്ക്ക് വെച്ചെടുത്തേ. അപ്പയ്ക്ക് വെച്ചെടുത്ത ഭക്ഷണം തോന്നിയിട്ട് എന്നെ പഠിച്ചാ അപ്പയ്ക്ക് അമ്മയ്ക്കെന്നാ 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 വേണ്ട വേണ്ട ഞാൻ മമ്മ. അങ്ങനെ നമ്മുടെ കുഞ്ഞാഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോയി ഞാൻ വിട്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ താഴെ ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഫുഡ് പുറത്ത് നിൽപ്പിക്കായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞാഘോഷം ഇവിടെ കഴിഞ്ഞു. ജോക്കുട്ടൻ്റെ ആനിമോളുടെയും 3ാമത്തെ ബർത്ത്ഡേ അവർക്ക് സന്തോഷമാവണ പോലെ ചെറിയ രീതിയിലാണെങ്കിലും അവർക്ക് സന്തോഷമാവണ പോലെ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.